മനുഷ്യൻ പാപിയാകാൻ മതിയാകുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന, അവൻ പണം കൊടുക്കുമ്പോൾ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ, അവൾക്ക് ചെലവിനെങ്ങാനും ഒരു ഭർത്താവ് കൊടുക്കാതിരുന്നാൽ, അവളെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഭർത്താവ് പാപിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സവിധത്തിലോട്ട് അബൂ സുഫിയാൻ എന്നവരുടെ ഭാര്യ ഹിന്ദ് എന്നവര് പരാതിയുമായിട്ട് കടന്നു വന്നു. അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന അബാ സുഫിയാൻ റജുലുൻ ശഹീഹ്. ഒരു ഭാര്യ കടന്നു വന്നിട്ട് പരാതി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, അബൂ സുഫിയാൻ എന്നവരുണ്ടല്ലോ, ആ മനുഷ്യൻ പിശുക്കനാണ് നബിയേ, എനിക്കോ മക്കൾക്കോ ചെലവിന് തരുന്നില്ല നബിയേ, വലൈസ യുഅതീനി മാ യക്ഫീനി വവലദീ. ഇനി എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അതെനിക്ക് എന്റെ മക്കൾക്കോ തികയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരികയാണ്, മോളെ, നീ പറഞ്ഞത് സത്യമാണോ? നീ പറഞ്ഞത് സത്യമാണോ? അവിടുന്ന് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്. പിന്നെ ഞാനൊരു പ്രവർത്തനം ചെയ്യാറുണ്ട്, ചെലവ് തരാത്ത, എനിക്ക് മതിയാകുന്ന ചെലവിന് തരാത്ത എന്റെ ഭർത്താവിനോട് ഞാൻ അദ്ദേഹം അറിയാതെ ഒരു കാര്യം ചെയ്യാറുണ്ട്. ആ മനുഷ്യന്റെ പോക്കറ്റിൽ നിന്ന് ഇല്ലാ മാ അഖദതു മിൻഹു വഹുവ ലാ യഅലമു, പോക്കറ്റിൽ നിന്നും അദ്ദേഹം അറിയാതെ ഒരു സംഖ്യ ഞാൻ എടുക്കാറുണ്ടോ, അതെനിക്ക് ദൂർത്തടിച്ച് കളയുവാനല്ല, എനിക്കും എന്റെ മക്കളുടെയും ആവശ്യത്തിന് വേണ്ടിയാണ്. അതിൽ തെറ്റുണ്ടോ നബിയേ? ഇത് കേട്ട അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, ഖുദീ മാ യക്ഫീകി വവലദിക ബിൽ മഅറൂഫ്. നിനക്കും നിന്റെ മക്കൾക്കും ആവശ്യമായ സംഖ്യ നിന്റെ ഭർത്താവ് നിനക്ക് തരുന്നില്ലെങ്കിൽ ആ മനുഷ്യനറിയാതെ പോക്കറ്റിൽ നിന്നെടുക്കാൻ നിനക്ക് അനുവാദമുണ്ട് പെണ്ണേ. ഇതല്ലാഹുവിന്റെ പ്രവാചകൻ സ്ത്രീ സമുദായത്തോട് പഠിപ്പിച്ചതാണ്. എന്തുകൊണ്ടാണ് പറയേണ്ടി വന്നതോ? ഇങ്ങനെ എന്തുകൊണ്ടാണ് പറയേണ്ടി വന്നതോ? അവരവരുടെ വയറ് മാത്രം നോക്കി ജീവിക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ടോ? ജോലിക്ക് പോകില്ലടോ, വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നവരാണ്. ഭാര്യ പറഞ്ഞു മടുക്കുന്നു, ഒന്ന് ജോലിക്ക് പോകുമോ? വളർന്നു വരുന്നത് പെൺമക്കളാണ്. വീട്ടിൽ കഴിക്കാനൊന്നുമില്ല, കടമാണ്, പട്ടിണിയാണ്, പരിവട്ടമാണെന്ന് പറഞ്ഞിട്ട് പോലും കുടുംബത്തിൽ ശ്രദ്ധയില്ലാത്ത എത്രയോ ഭർത്താക്കന്മാര്. നീ ഇങ്ങനെയായിരുന്നെങ്കിൽ പിന്നെന്തിനാ മോനെ വിവാഹം കഴിച്ചത്? പിന്നെന്തിനാ ഒരു പെണ്ണിനെ നിന്റെ ജീവിതത്തിൽ കൂടെ കൂട്ടിയത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്, നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെലവ് കിട്ടാതെ വിഷമിച്ചു പോയാ, അല്ലാഹുവേ, എന്റെ വാപ്പ ജോലിക്ക് പോകുന്നില്ലല്ലോ, എന്റെ പഠന ചെലവ് നോക്കുന്നില്ലല്ലോ, ഞങ്ങൾക്ക് നല്ല വസ്ത്രം മേടിച്ച് തരുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് മക്കളെങ്ങാനും സങ്കടപ്പെട്ടു പോയി കഴിഞ്ഞാലോ, കഫാബിൽ മർഇ ഇസ്മാ, നീ ഏറ്റവും വലിയ പാപിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ